Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് എന്തായിരിക്കും വ്ളോഗ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുള്ളൂ. പെരുന്നാളാണ്. ബാക്ക്ഗ്രൗണ്ട് ഒച്ച ഉണ്ടോ? അപ്പോൾ എല്ലാപ്പോഴും പെരുന്നാൾക്കിൻ്റെ മുഖം വെറുത്തും കൊണ്ടാക്കാരം. അപ്പോൾ ഇന്ന് വലിയ പെരുന്നാളാണ്. വലിയ പെരുന്നാൾ എനിക്ക് വലിയ പെരുന്നാൾ മാത്രമല്ല, ഇന്ത്യയും അഫ്നുവിൻ്റെയും ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ വലിയ പെരുന്നാളുടെ അന്ന് തന്നെ ബർത്ത്ഡേ ആയി. ജൂൺ 7-നാണ് ബർത്ത്ഡേ. അപ്പോൾ വലിയ പെരുന്നാളുടെ അന്ന് തന്നെയാണ് ബർത്ത്ഡേയും വരുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്നെ സംബന്ധിച്ച്. വേറെ ഇപ്പം എന്താ, അപ്പോൾ നമുക്ക് ചെറിയൊരു ഈദ് വ്ളോഗ് എടുക്കാൻ ഞാൻ കരുതി. അപ്പോൾ അപ്പോൾ ഒരു ഈദ് വ്ളോഗ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഒരപ്പോനും കൊണ്ട് തോറ്റു. അപ്പോൾ ഒരു ഈദ് വ്ളോഗ് എടുക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് എൻ്റെ പെരയ്ക്ക് പോകുന്നുണ്ട്. പെരയ്ക്കല്ല, തറവാട്ടിക്കാണ് പോകുന്നത്. അവിടെയാണ് ഇന്ന് പെരുന്നാൾ ഞങ്ങൾക്ക്. ഇവിടുന്ന് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 3-4 മണി ആ ടൈമിൽ പോകണമെന്നാണ് കരുതിയിരിക്കണത്. അത് ക്ലിയർ ആവണുണ്ടോയെന്ന് അറിയില്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഒച്ചയുള്ള ആരും കൊണ്ടേ പള്ളിക്കുന്ന്. അപ്പോൾ ഇന്നിവിടെ ഫുഡ് ഉണ്ടാക്കാൻ കരുതിയിരിക്കണത് മന്തിയാണ്, ചിക്കൻ മന്തി. ബിരിയാണി ഉണ്ടാക്കണ്ടായിരുന്നു, ഒന്നും ബിരിയാണിയല്ലേ, മന്തിയാക്കി. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാമല്ലോ. അപ്പോൾ എൻ്റെ ചെറിയൊരു ഈദ് ദിവസം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും പള്ളിക്ക് പോയി, ആണുങ്ങളെല്ലാവരും. അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഓട്സാണ്. ചെറിയൊരു ഡയറ്റിലാണ്, നല്ല ഒഴിവാക്കി ഫുഡ് അങ്ങനെയൊന്നുമില്ല, എന്നാലും അരിഭക്ഷണം കമ്മിയാക്കിയിട്ടുണ്ട്. ഈ ഓവർനൈറ്റ് ഓട്സ് ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ച് നോക്കുന്നത്. എങ്ങനെയുണ്ട്, നല്ല ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. തണുപ്പ്. എങ്ങനെയുണ്ട് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണമൊന്നുമില്ല. ഞാൻ എന്തൊക്കെ ഇട്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിള്, ഓട്സ്, ഈത്തപ്പഴം, കുറച്ച് തേന്, പിന്നെ വന്നിട്ട് 2-3 ബദാം അത്ര ഇട്ടിട്ട്, പിന്നെ കുറച്ച് ചിയാ സീഡ് ഇട്ടു കേട്ടോ. ഉണ്ടോ ചിയാ സീഡുകളുണ്ടോ, അങ്ങനെ ഇട്ടിട്ടോ. കുഴപ്പമൊന്നുമില്ല, അത്ര ടേസ്റ്റൊന്നുമില്ല, എന്നാലും തിന്നാം. അപ്പം ഞാൻ തിന്നട്ടെ കേട്ടോ. ചിക്കൻ റെഡിയാണ്. ക്യാപ്സിക്കും കാര്യങ്ങളും ഇവിടെ പാകം അലങ്കോലാണ്. ഇത് ബീഫിനുള്ള കാര്യങ്ങൾ തൊലിച്ചതും അങ്ങനെ വെച്ചേക്കാണ്. പിന്നെ ഇവിടെ ഞാനിതാ ഉള്ളിയും കുറച്ച് ക്യാപ്സിക്കും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിന് മന്തിക്കുള്ളത്. പിന്നെ ഇതാ ഇറച്ചി കഴുകി വൃത്തിയാക്കി ഇനി മന്തിക്കുള്ള പരിപാടികൾ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ ഇതാ കണ്ടോ, അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചോറിൻ്റെ പണിയൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ പണികളുണ്ട്. നമുക്ക് അടിച്ചുവരി തുറക്കാനൊക്കെ നോക്കാം. അടിച്ചു വരട്ടെ. ഡ്രസ്സിൻ്റെ ടാഗ്, പിന്നെ അങ്ങനെ ബില്ല്, അതൊക്കെയാണ് പള്ളിക്ക് പോകുമ്പോൾ ഇടുന്നതൊക്കെ. അങ്ങനെ ഊരിയിട്ട് പോകുമല്ലേ. ഇവിടെ കുറേ ഉള്ളിയും സാധനങ്ങളും അങ്ങനെയായിട്ട് നല്ല കോലം കെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. ആദ്യം ബിരിയാണി വെക്കാമെന്ന് കരുതി, പിന്നെ അങ്ങനെ മന്തിക്ക് എത്തിയത് എത്രത്തോനെ ഉള്ളിയും സാധനങ്ങളും ഇതൊക്കെ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം മറന്നു പോവുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴേ വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം മറന്നു പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയായി എന്ന് കാണിച്ചു തരാം. മന്തി ശരിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇതിൽ ആടാണ് കേട്ടോ.
ആട്ടിറച്ചി മന്തി ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഓരോ പണികൾ, ഇത് ചോറ്, ഇത് കുറച്ച് മന്തിത്തെ റൈസ് ഞാൻ മാറ്റി വെച്ചതാണ്, അതിലിടാതെ എനിക്ക് തിന്നാൻ. നമ്മൾ ചെറിയൊരു ഡയറ്റിലാണ്. അപ്പം ചെറിയൊരു ഇങ്ങനെ എണ്ണയിൽ നിൽക്കാതെ ചെറിയൊരു ചിക്കൻ അങ്ങനെ വേവിക്കണമുണ്ട്. ഇതൊരു കുഞ്ഞിമാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-10:15 10:30 ആയിട്ടുണ്ട്. അപ്പോൾ കുളിയും കാര്യം കഴിഞ്ഞു. ഇനി റൂമൊന്ന് സെറ്റാക്കട്ടെ. ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല, അങ്ങനെ നീച്ച് പോയത് രാവിലെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ അതാ ബെഡിൻ്റെ കോലം അങ്ങനെയാണ്, ഞാൻ ശരിയാക്കട്ടെ കേട്ടോ. അങ്ങനെ അതും റെഡി. തണുത്തൊക്കെ പോവുകയാണ്. പെരുന്നാളായിട്ട് നിങ്ങൾക്ക് ഞാനൊരു വിശേഷം കാണിച്ചു തരാം. ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം കേട്ടോ. ചക്ക വീണു, മുയൽ ചത്തു. ഇവിടുത്തെ ഷീറ്റ് പൊട്ടി, ചക്ക ഇതാ അവിടെ ചക്കന്മാരാണ്, നേരെ ചക്കണ്ട് വീണിട്ട് ഇതാ കിടക്കടും. ടാൻ. എന്തായാലും അറിവ് കഴിഞ്ഞ് വരുമ്പോൾ സർപ്രൈസ് ഉണ്ട്. ഇതാ മന്തി. ഇപ്പം നമുക്കില്ലേ കുറച്ച് ചോറാണ് മാറ്റില്ലെങ്കിൽ എന്താ അറിയോ, ഇതേപോലെ മുന്നൊരു വട്ടം ഉണ്ടാക്കിയപ്പോൾ നല്ലോണം ഉടഞ്ഞു ചിക്കന്. അപ്പോൾ നമുക്ക് അതൊന്ന് ശരിയാക്കാം. ഇത്ര കളർ വിചാരിക്കണ്ട, അല്ല അടിയിക്കൊന്നുമില്ല കണ്ടോ, അടിയിക്കൊന്നും കളറില്ല. മിക്സ് ചെയ്യുമ്പോൾ ശരിയാവും കണ്ടോ. അടിയിലത്തെ ചോറൊന്നും കളർ തീരല്ല. കഴിഞ്ഞ് മിക്സ് ആക്കുമ്പോൾ ഒന്ന് റെഡിയാവും കണ്ടോ. നിൻ്റെ സ്റ്റൈൽ മന്തി കേട്ടോ. നിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇപ്പോൾ റെഡി ആയില്ലേ കണ്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. രസമുണ്ടോ? അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഇവിടുത്തെ പെരുന്നാൾ. ഇപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറ്റിയിരിക്കുകയാണ് വീട്ടിലേക്ക് പോകാൻ. ഇത് ചെറിയ പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സാണ്, ഇത് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ.